എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഓണത്തിൻ്റെ പ്രധാന വിഭവമായ അടപ്രഥമനാണ്. അടപ്രഥമൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ: അട, ചക്കര, പാല്, നെയ്യ്, പഞ്ചസാര, കാഷ്യനട്ട്, ഏലക്ക, ഗ്രേപ്സ്, ചുക്കുപൊടി, ജീരകപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ. നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതേ അട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിപ്പോൾ 200 ഗ്രാം അടയാണ് എടുത്തേക്കുന്നത്. ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ഇത് നല്ലവണ്ണം ഇത് തിളപ്പിച്ചെടുക്കണം. ഞാൻ അത് ചെയ്യാൻ പോവാണേ. ഞാൻ 400 ഗ്രാം ചക്കര എടുത്തു. അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ അതിനെ പാനിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചെറുതായിട്ടത് പാനിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും സമയം അത് പാനിയാവാൻ. ഈ അടയാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കട്ട കുത്താതെ നോക്കണം. അട നോക്കിക്കേ, നന്നായി വെന്തോണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ അടച്ചു വെച്ചു, ഒന്നുകൂടെ വേവട്ടെ. പിന്നെ അങ്ങനെ ചക്കര അതേ പാനിയാക്കിക്കൊണ്ടിരിക്കുന്നു. നല്ലോണം തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് അത് വറ്റി വരണം. എന്നിട്ടത് കുറുവും. അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെ അത് തിളച്ച് മുകളിലിട്ടത് ഒഴുകിപ്പോവും. ഒഴുകാൻ അനുവദിക്കരുത്. അട 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ചക്കര അങ്ങനെ നന്നായിട്ട് പാനിയായിട്ടുണ്ട്. എന്നാൽ നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാം. ഓക്കെ, പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് നമുക്ക് കുറച്ച് വെച്ചിട്ട് ഈ അട ഇതിലിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരണം. നെയ്ക്കകത്ത് ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കും ഇത് വഴണ്ട് വരണേ. അങ്ങനെ ഞാൻ വഴറ്റിയെടുക്കട്ടെ. അട നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ ശർക്കര ഒഴിച്ചു കൊടുക്കാം. അഴുക്കൊന്നുമുള്ള ശർക്കരയല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചക്കര ഈ ചക്കര അടയും കൂടെ നല്ലവണ്ണം മിക്സായി അതിനകത്ത് കിടന്ന് ഒന്ന് വഴണ്ട് വരണം. അടിക്ക് പറ്റാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചക്കരയും അടയും കൂടെ നന്നായിട്ട് വറ്റി വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്നായിട്ട് നമുക്ക് 2-3 ഗ്ലാസ് പാലൊഴിക്കണം. ചൂടൊന്ന് വറ്റട്ടെ. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം, അല്ലെ ഇത് അടിക്കൊക്കെ പിടിച്ചു പോകും. ഞാൻ നോക്കിയാൽ കൈ എടുക്കാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യണം. ഈ ചക്കര പാനിയിൽ ഈ അട നന്നായിട്ട് കുറുകി വരണം. നോക്കിയേ, കുറുകിക്കൊണ്ടിരിക്കുക. എന്തായാലും 10-15 മിനിറ്റ് എടുക്കും. ഇതൊക്കെ അത് കുറുകട്ടെ. ചക്കര അടയും നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി പാല് ചേർക്കണം. ആദ്യം 1 ഗ്ലാസ് പാല് ചേർക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഒരു ഗ്ലാസ് പാലും കൊണ്ട് ഒഴിച്ചു. ഒന്ന് മിക്സ് ചെയ്യട്ടെ. തീയൊക്കെ കുറച്ച് വെക്കണം.
ഇനി ഈ പാലിനകത്തിരുന്ന് നന്നായിട്ട് വേവണം. ഇനി ഒരു ഗ്ലാസ് പാലും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഈ പാലിനകത്തിരുന്ന് 3 ഗ്ലാസ് പാലാണ് ഒഴിച്ചേക്കുന്നത്. അതിന് നന്നായിട്ട് വേവട്ടെ. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെ അടിക്ക് പറ്റും. ചക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1.5 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇടുകയാണ്. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഒരു 1/2 ഗ്ലാസ് പാൽ കൂടെ ഞാൻ അതിനകത്ത് ചേർക്കുവാണ്. പാലൊക്കെ എത്ര ചേർത്താലും നന്നായിരിക്കും. ഒരു 1/4 സ്പൂണ് ജീരകപ്പൊടി, 1/4 സ്പൂണ് ഏലക്കാപ്പൊടി, ഇച്ചിരി ചുക്കുപൊടി, കുറച്ച് മതി. മിക്സ് ചെയ്യട്ടെ. പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. പായസം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നട്ട്സൊക്കെ വറുത്തിടാം. സ്റ്റവ് ഓണാക്കിയിട്ട് നമുക്ക് നട്ട്സൊക്കെ വറുത്തിടാം. പാൻ ചൂടായിട്ടുണ്ട്. ഒരു 1.5 സ്പൂണ് നെയ്യ് ഒഴിച്ചു. ജസ്റ്റ് നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. നട്ട്സ് ഒന്ന് ഫ്രൈ ആവട്ടെ. ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തു. അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി പായസത്തിലേക്ക് ഈ നട്ട്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.